അതിന് തയ്യാറാകാം. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു തരികയും അള്ളാഹു നമുക്ക് സബാത്ത് തന്നനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പ്രകാശിക്കുന്ന ഈമാൻ അള്ളാഹു നസീബാക്കി തരട്ടെ. ഏറ്റവും നല്ല പ്രകാശിക്കുന്ന അവസ്ഥ മരിക്കുന്ന നേരത്താക്കി തരികയും ചെയ്യട്ടെ. സുന്നത്തും ഫർദുമായ അമലുകളെ കൊണ്ട് താക്കത്തും കുവ്വത്തുമുള്ള ഈമാൻ അള്ളാഹു നമുക്ക് നസീബാക്കി തരട്ടെ. നമ്മുടെ രോഗികൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, ട്യൂമർ രോഗികൾ, മാനസിക രോഗികൾ, അപസ്മാര രോഗികൾ, ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് വേദന തിന്ന് കഴിയുന്നവർ, കുട്ടികൾ, വലിയവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, മുസ്ലിമീങ്ങൾ, അമുസ്ലിമീങ്ങൾ, എല്ലാവർക്കും അള്ളാഹ് അവൻ്റെ കുദ്റത്ത് കൊണ്ട് ശിഫയാക്കി കൊടുക്കട്ടെ. നമുക്കത്തരം രോഗങ്ങളൊന്നും തരാതെ അള്ളാഹ് കാക്കുകയും ഈ തന്ന ആഫിയത്തൊരു പോറലുവേൽക്കാതെ മരിക്കുന്നത് വരെ അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നാം മരിച്ചു കഴിഞ്ഞാൽ ബർസഖിൻ്റെ ലോകത്താണ് നമ്മുടെ മരിച്ചുപോയവർ. ഉമ്മമാർ, ഉപ്പുപ്പമാർ, വല്യുപ്പമാർ ബർസഖിൻ്റെ ലോകത്താണ്. ചിലർ അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ല സന്തോഷത്തിലാണ്, മറ്റ് ചിലർ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രയാസത്തിലും വേദനയിലും നോവിലുമാണ്. എല്ലാവരെയും അള്ളാഹിൻ്റെ അടുത്ത് കഴിഞ്ഞുകൂടുന്ന നല്ലവരെ കൂട്ടത്തിൽ അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് ഉൾപ്പെടുത്തി കൊടുക്കട്ടെ. നമ്മൾ മരിച്ച് ബർസഖിലെത്തുമ്പോൾ ആ നല്ലവരോടൊപ്പം ചെന്ന് ചേരാനും അവരെയും കൂട്ടി ജന്നത്തുൽ ഫിർദൗസിലെത്താനും നമ്മുടെ തൗഹീദിൻ്റെ, ഷഹാദത്തിൻ്റെ, അമാനത്തിൻ്റെ രേഖകൾ അള്ളാഹ് പരിശോധിക്കുമ്പോൾ അത് അള്ളാഹ്ക്ക് ബോധ്യപ്പെട്ട്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട്, അള്ളാഹിൻ്റെ അടുത്ത അയൽവക്കക്കാരെ കൂട്ടത്തിൽ കാലാകാലം കഴിയാൻ എന്താണോ വേണ്ടത് അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്കത് പൂർത്തിയാക്കി തരികയും ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അദീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Mm-hmm.